ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചായ ബജ്ജി. അപ്പൊ നമ്മളെ കല്യാണ വീഡിയോയുടെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വീടാണിത്, വീടിന്റെ ഫ്രണ്ടിലുള്ള ഡെക്കറേഷൻ വർക്ക്, ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ പിള്ളേരൊക്കെ ചെയ്യുന്നത്. അപ്പു, സച്ചു, കണ്ണൻ. അപ്പൊ തലേദിവസം തന്നെ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട് ഹൽദി കൂടാനും ബാക്കിയുടെ ഉള്ള പരിപാടിക്കെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അഞ്ജുവിന്റെ അച്ഛനുണ്ട്, മധുപ്പാപ്പുണ്ട്, വിജയളപ്പുണ്ട്, വിനീഷേട്ടനുണ്ട്. രാത്രിയിൽ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് മൂത്തമ്മ, ഇത് ആൻറ്റി, രമ്യ ആൻറ്റി. ഇത് അഞ്ജുവിൻ്റെ തന്നെ ഐഡിയയിൽ വന്ന സ്റ്റേജ് വർക്ക് ഡിസൈനാണ്, നമ്മൾ തന്നെ സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് നല്ല കോഴിക്കറിയാണ് ഇപ്പോൾ തളക്കുന്നത്. ഞാൻ തന്നെ വെക്കും, വേറെ ആരുമില്ല ഗൈസ്, ഞാൻ തന്നെ. അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ വന്നോ ഞാൻ എടുക്കും. ബിരിയാണി, നെയ്ച്ചോറ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഷെഫ് ഷാജിയേട്ടനോട് ചോദിച്ചാണ് നമ്മൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യമൊക്കെ കിട്ടിയത്. ഇതിൻ്റെ കണ്ട് എത്ര ക്വാണ്ടിറ്റി നമ്മൾ അല്ലൂസ് ഇങ്ങനെ അച്ഛനെ നോക്കി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ മതി ഇങ്ങനെ കളിക്കാൻ വേണ്ടി. ഇത് നമ്മൾ ബിന്ദു ആണ് എൻ്റെ അസിസ്റ്റന്റ്. അപ്പോൾ ഇതിലെ അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ ബിന്ദുവിനെ വിളിച്ചു, എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചോറിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നെയ്ച്ചോറിലെ ചോറ് ഉണ്ടാക്കുന്ന രീതി, കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കല്. ഇത് ബിന്ദുവിന്റെ അടുത്ത പാർട്ണർ ബീനയും ബിന്ദുവാണ് എന്നെ ഇതിൽ അസിസ്റ്റ് ചെയ്യുന്നത്. ന്യൂസിന് ചെറിയൊരു 30 കൊടുത്തിട്ടുണ്ട്, രാവിലെ തന്നെ ഒന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നല്ല കട്ടൻ ചായ, പക്ഷെ അവന് കുടിക്കും തോന്നില്ല. ഇതെൻ്റെ അമ്മേൻ്റെ ഇളയമ്മയാണ്, പ്രേമളയമ്മ. അപ്പോൾ എല്ലാവരും ഒത്തിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ ഒരു കുട്ടിയുണ്ട്, അച്ചൂസ്. പിന്നെ നമ്മളെ കണ്ണൻ അനിയൻ, ഇളയമ്മയുടെ മോൻ, അവിടെ നല്ല ഫുഡ് അടിക്കുന്ന ആൾക്കുണ്ട്. ഇതെൻ്റെ ഒരു മാമൻ, രാജൻ മാമൻ. മൂപ്പരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ. ഇതാണ് നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ, ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റും കൂടി വരുമ്പോൾ സൂപ്പറാവുന്ന അഞ്ചു പറഞ്ഞ് എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഇതെല്ലാം അവള് ചെയ്താൽ മതി, തലയാണ വർക്കെല്ലാം. ഇതിന് വേണ്ടിയിട്ട് പുറത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ വേണം. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തു. നമ്മളിപ്പോൾ ചെക്കിൻ്റെ പെണ്ണിൻ്റെ കല്യാണമെങ്കിൽ നമ്മൾ തലേ ദിവസം നമ്മൾ തറവാട്ടിലും അമ്പലങ്ങളിലെല്ലാം പോകും. അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് ശബ്ദം നല്ല സെറ്റ് സാരിയിലെടുത്ത് കൊടുത്ത് സെറ്റ് ആവുന്നുണ്ട്. ഇത് നമ്മളെ കണ്ണൻ സാമ്യായിലെ ഒരു വിഷമമുണ്ട്, കല്യാണം അടിച്ചു പൊളിക്കാൻ പറ്റാത്തതിൽ. എന്നാലും 2 സ്റ്റെപ്പ് ഇടുന്ന കണ്ണൻ പറഞ്ഞ രാത്രി. അപ്പൊ കണ്ണനാണ് ഇതിന്റെ നമ്മളെ സ്റ്റേജ് സംഗമം ഡിന്നർ സെറ്റ്. അതിന് നമുക്ക് പോകുന്ന കാര്യം അതുപോലെ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. കണ്ണൻ നമ്മളൊരു മുത്തപ്പന്റെ മോനാണ്, അവര് തന്നെ ഈ സംഗമം ഡിന്നർ സെറ്റ്. കുറച്ച് പോപ്പേഴ്സ് മേടിക്കാൻ വിട്ടു, അത് മേടിക്കാൻ വേണ്ടി നിന്ന് ടൗണിൽ ഇറങ്ങി വരുന്ന വഴി അഞ്ചിന്റെ ഏച്ചിനെയും കൂടി. അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റേജിന്റെ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇതിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു തോന്നുന്നൊക്കെ നൈറ്റ്. ഇതെന്റെ ഇളയമ്മ പുഷ്പളയമ്മ, ഇതാ ഒരു മോള് റിയ. അപ്പൊ എല്ലാവരും ഹെൽത്തി ഡ്രസ്സിൽ. ഇത് എൻ്റെ ഒരു ഇളയമ്മ കൂടിയാണ്, ലതിക ഇളയമ്മ, പിന്നെ മോനും. പിന്നെ ഓരോ ആൾക്കാരെ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പൊ സ്വന്തം കാര്യമായിട്ട് ഫോണിൽ നോക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മുടെ നിന്നൂസ് ഉണ്ട്, കുഞ്ഞിന്റെ ഫ്രണ്ട്. ഗൈസ്, കൈ കഴുകേണ്ട വെള്ളത്തിനുള്ള ചെമ്പ് വൃത്തിയാക്കുന്നു ഞാനും എൻ്റെ അച്ഛനും. ഇത് ഷബുവിന്റെ നാട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരെല്ലാം എത്തി. ഇനി ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. ഒരു 500 ആൾ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുഞ്ഞിന്റെ മ്യൂസിക് ടീച്ചർ രേഷ്മേച്ചിയും എൻ്റെ ചങ്കിന്റെ ഭാര്യ ആതിരയും ഉണ്ട്. ഇത് ഷബ്നയുടെ ബെസ്റ്റ് ഫ്രണ്ട് തുഷാരയും, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ. അങ്ങനെ കുക്കും അഞ്ചും ചക്കും പുതിയ പെണ്ണിനെ ഒരുക്കുന്ന തിരക്കിലായി. ബാക്കിയുള്ള എല്ലാവരും നല്ല ഹൽദിന്റെ യെല്ലോ ഡ്രസ്സിലായി. കുഞ്ഞെല്ലാം അടിപൊളി സുന്ദരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അറുവക്കുട്ടിയിലെ ഏതാ ലുക്ക്, സിച്ചേച്ചിയും യെല്ലോ ഡ്രസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ മറ്റൊരു ചങ്കിന്റെ ഭാര്യ മായന്റെ കുട്ടി വാമിക്കുട്ടി. ഇത് ഷബ്ന ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കിയ ഉസ്താദ്. നാളെ കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് തലേദിവസം വന്നു. കുഞ്ഞൂസ് അറുവക്കുട്ടിക്ക് ലഡു കൊടുക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഓക്കും തിന്നല്ലോ. അങ്ങനെ നമ്മളെ ചെറുമാതിരിയുള്ള ഒരു ഫാമിലി ഫോട്ടോഷൂട്ട്. ഞാനും അഞ്ചും അമ്മയും ഷബുവും അച്ഛനും അർജും പിന്നെ കുഞ്ഞൂസും. ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ അളിയൻ വന്നത് നന്നായി. അപ്പൊ അളിയൻ വന്നുകൊണ്ട് അളിയൻ അവിടെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്.
അങ്ങനെ പരിപാടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അളിയന്റെ കൂടെ കുറച്ച് സുന്ദരി കുട്ടികൾ വന്നിട്ടുണ്ട് ഷബുവിന് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ ഡ്രസ്സില്ലേ, കല്യാണ ഡ്രസ്സ്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ടാക്കിയ കേക്ക് സെർവ് ചെയ്യുന്ന തിരക്കില്ലാതെ അഞ്ജൂസ്. അച്ഛന് കേക്കെല്ലാം വാരിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ജു. നമ്മൾ രണ്ടാളും മാത്രം ഉണ്ടാകുമ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് 2 സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞാല് കേൾക്കാത്തോളാന്ന് പങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനെ തകർത്ത് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ 2 സ്റ്റെപ്പും വെച്ച് ഞാനും കൂടി. പിന്നെ ഞങ്ങളുടെ രണ്ടാളെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. ഇതാണ് ഐറ്റം. ഡാൻസിന്റെ ആദ്യ പാഠം പഠിപ്പിച്ചെന്ന ഗുരുവിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇട്ടു 2 സ്റ്റെപ്പ്. പിന്നെ എല്ലാവരും പോയി പിന്നെ ചാറ പറ ഡാൻസായി. പാട്ടും വെച്ച് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ആടി തീർക്കാൻ തുടങ്ങി. ഇത് നമ്മളെ കല്യാണ വീടുകളിൽ തലേദിവസം എപ്പോഴും ഇങ്ങനെയാണ്. കുറെ ആൾക്കാർക്കെല്ലാം ഡാൻസ് കളിക്കണമെന്നുണ്ട്, എന്നാലും ചെറിയൊരു നാണക്കേട്. പക്ഷെ നമ്മൾ മാക്സിമം എല്ലാവരും പിടിച്ച് ഡാൻസ് കളിപ്പിച്ചു. അങ്ങനെ ഡാൻസ് തീരെ കളിക്കില്ല എന്നുള്ളവരെ പിടിച്ച് ഡാൻസ് കളിപ്പിക്കുന്നത് നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് ഈ 2, വിനേഷ് ആൻഡ് ഡൂഡും. നമ്മൾ 3 പേരും കൂടി ഒരു സ്റ്റെപ്പ് ഇട്ട് അങ്ങനെ അനീഷ്, ഗണപതി എല്ലാരും നമ്മളെ പരിപാടിയിൽ ജോയിൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പൂട്ടൻ അച്ഛനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് 2 ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ട് നമ്മളെ തലേദിവസത്തെ പരിപാടി നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ഭക്ഷണം കഴിക്കണം. എല്ലാവരും പോയി. അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. അപ്പൊ ചാനലിന്റെ പേര് മറക്കണ്ട, ചായ ബജി.